GH പരിപാടി തുടങ്ങിക്കൂടെ? അപ്പൊ നമുക്കെന്നാ വർക്ക് കൂടാം. ഓ ഇതെന്താ അങ്കിള്? ഇതാണ് ഗോസ് ഡിറ്റക്ടർ. ഈ ഡിറ്റക്ടർ ഓൺ ആയി കഴിഞ്ഞ് ഇതിന്റെ ചുറ്റിലും എവിടെയെങ്കിലും നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിൽ അപ്പോഴേ ഇത് ബീപ് 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 ബീപ്പ് എന്ന് പറഞ്ഞ സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ നമുക്ക് ഈ നെഗറ്റീവ് എനർജി എല്ലാം കണ്ടുപിടിക്കാൻ പറ്റും. സംഭവം കൊള്ളല്ലേ? ഇതൊരു മോഡേൺ ടെക്നോളജിയാണ്. അപ്പൊ നമുക്കെന്നാ ഇത് ഓൺ ചെയ്ത് ഇതിന്റെ എന്താ എവിടെയാണെന്നുള്ളത് നമുക്ക് കണ്ടുപിടിച്ചാലോ? റെഡി? സൗണ്ട് എന്ത് ഓൺ ആക്കിയപ്പോ തന്നെ കേക്കണേ? അതെ, എന്തോ ഒന്നും കൂടെ ഒന്ന് ചെക്ക് ചെയ്തു. കംപ്ലൈന്റ് ആണോ? കംപ്ലൈന്റ് ഒന്നുമില്ല, കറക്റ്റാ. അണ്ണാ ഞാൻ പറഞ്ഞാണ് നല്ല സാധനം കൊണ്ട് ഇങ്ങോട്ട് വരാവൂന്ന്. നിനക്ക് എവിടെ നിന്ന് കിട്ടിയിട്ടാ ഇയാളെ? ഒരു മിനിറ്റ് ഒന്നും കൂടെ ഞാൻ ചെക്ക് ചെയ്ത് നോക്കട്ടെ. നെഗറ്റീവ് എനർജി എൻ്റെ ചുറ്റും ഉണ്ടെങ്കിൽ ഇത് ബീപ് അടിക്കുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിന്റെ ഒരു സംഭവമാണിത്. കുറച്ചൊന്ന് മാറി നിൽക്കാവോ പുറകോട്ട്? കുറച്ച്. അമ്മ നിങ്ങൾ ഇപ്പുറ സൈഡിലോട്ട് കുറച്ച് സൈഡിലേക്ക് നിൽക്കി. ഇപ്പം ഞാൻ ടെസ്റ്റ് ചെയ്യട്ടെ. നമ്മളൊരു കുറച്ച് പുറകോട്ട് നിൽക്കാമോ? കുറച്ചും കൂടെ. ഓക്കെ, കുഴപ്പമില്ലല്ലോ. ഇപ്പൊ ഓക്കെ. ഒന്ന് അടുത്ത് വന്നു എല്ലാവരും. കുറച്ചൊന്ന് അടുത്ത് വന്നേ. കുറച്ചും കൂടെ. ഞാൻ പറഞ്ഞില്ലേ, ഈ നെഗറ്റീവ് എനർജി അടുത്തുണ്ടെങ്കിൽ ഇത് ബീപ് 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 അങ്ങ് സൗണ്ട് കേൾക്കും. മനസ്സിലായല്ലോ? കാര്യം മനസ്സിലായല്ലോ? അപ്പൊ ചേട്ടൻ എന്താ പറഞ്ഞു തരണേ? ഞങ്ങളൊക്കെ നെഗറ്റീവ് എനർജി ആണെന്നാ? ഞാൻ പറഞ്ഞിട്ടില്ല, ഈ മെഷീനാണ് പറഞ്ഞത്. താനും തന്റെ ഒരു മെഷീനും ഇവിടെ തോട്ടി കളയും. ഞാൻ നോക്കൂ ചേച്ചി. കേശു, നിങ്ങളെല്ലാവരും എന്നോടത്ത് സഹകരിക്കുകയാണെങ്കിൽ ഞാൻ ഇവിടുത്തെ പ്രശ്നമെല്ലാം സോൾവ് ചെയ്ത് തരാം. ഇല്ല ഞാൻ എൻ്റെ പാട്ടിന് പോകും. എന്തരാണിത്? ഡൊമിനിക്കേട്ടാ ഒന്ന് ഈ കാര്യം ഒന്ന് നോക്കൂ. സെറ്റ് ചെയ്യാം, പക്ഷെ എന്നോട് സഹകരിക്കണം. റെഡി? ഓക്കെ. അല്ല പക്ഷെ മറ്റേത് അവിടാണ്. ഈ മരമല്ലേ? ആ മരമാണ്. അപ്പൊ ഞങ്ങൾ ഇങ്ങോട്ട് മാറിത്തരാം. അതാകുമ്പോ ഏരിയ കിട്ടുമല്ലോ. ഒറ്റയ്ക്ക് എന്ന് കയറിക്കൊടുത്താ പോരെ? ഈ ആത്മാവിനെ കിട്ടിക്കാൻ ഇയാള് കൂടെ കൊണ്ടുപോകും. കൊണ്ടുപോകും. അതിനെന്നെ വിളിച്ചു വരുത്തി. എന്നിട്ട് ഇയാൾ അതിനെന്ത് ചെയ്യും? അറിഞ്ഞൂടെ, ചോദിച്ചു നോക്കണം. നല്ല മുറ്റ ആത്മാവിനൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നല്ല ബിസിനസ് ആയിരിക്കും അല്ലേ? പിന്നെ അതിനെക്കൊണ്ട് എന്ത് വേണേലും ചെയ്യിപ്പിക്കാമല്ലോ. വീട്ടിൽ കൊണ്ടുപോയി പൊറോട്ട അടിപ്പിക്കുക, റേഷൻ കടയിൽ പറഞ്ഞവിടെ അരി മേടിക്കുക, അല്ലെങ്കിൽ തുണി അലക്കിപ്പിക്കുക. ആത്മാവാണ്, അല്ലാതെ കുപ്പി നിറഞ്ഞു വന്ന ഭൂതോ അലാവുദ്ദീനൊന്നും അല്ല. ചിലപ്പോഴേ നമ്മൾ ഈ സംസാരിക്കണ കേട്ട് കഴിഞ്ഞാൽ ആത്മാവ് കയറി അങ്ങ് പോവും. പ്രാണികാല കൊണ്ടാ ഭയന്നിട്ടെ വല്ലതും നടക്കുവോ ചേട്ടാ? എന്തായി? ആത്മാവ് ഈ മാവിലെങ്ങും ഇല്ല. അല്ല ഉണ്ടെന്നുള്ള ആ ചേട്ടൻ പറഞ്ഞത്. പക്ഷെ ഡിറ്റക്ടറിൽ കാണിക്കുന്നില്ല. ഇനി നമുക്ക് വീട്ടിലേക്കൊന്ന് പോയി നോക്കാം, ചിലപ്പോ അവിടെ കാണും. വീടിന്റെ അകത്താ? ചേട്ടാ, ഡൊമിനിക്കേട്ടാ, ഈ ആത്മാവിനെ പിടിച്ചാലേ ഡൊമിനിക്കേട്ടൻ കൊണ്ടുപോകും? തീർച്ചയായിട്ടും കൊണ്ടുപോകും. എങ്ങനെ കൊണ്ടുപോകും? എങ്ങനെ കൊണ്ടുപോകുന്നു? ഇതണ്ട, ഈ മാലയ്ക്ക് അതിനെ ആവാഹിച്ചു കൊണ്ടുപോകും. ഓരോ മുത്തിലും ഓരോ ആത്മാക്കളാണ്. ഇപ്പൊ അതിനകത്തുണ്ടോ? ഇപ്പൊ ഇതിനകത്ത് 2-3. ഇത് കഴിഞ്ഞ ദിവസം മലപ്പുറത്തുനിന്ന് പിടിച്ചൊരു ആത്മാവുണ്ട്, കന്യാകുമാരിയിൽ നിന്ന് പിടിച്ചൊരു തമിഴൻ്റെ ആത്മാവിനകത്ത്, പിന്നെ കോട്ടയത്തു നിന്ന് പിടിച്ചൊരെണ്ണം, 2-3 വേക്കൻ്റ് ഉണ്ട്.
എന്നാ നമുക്കിപ്പോ ഇവിടെ ഉള്ളതിനെ നമുക്ക് ഇതിനകത്ത് കയറ്റാം. അണ്ണാ നീ എന്തരണ്ണ ഇതിനെക്കൂട്ട് എന്തിനാ ഇങ്ങോട്ട് വന്നു? അല്ലെങ്കിൽ തന്നെ ഒരെണ്ണത്തിന്റെ ശല്യം സഹിക്കാൻ വയ്യ. ഇതെല്ലാം അണ്ടർ എന്റെ കൺട്രോളിലാണ്, പേടിക്കണ്ട. വാ, നമുക്ക് ഈ വീടിന്റെ പരിസരം എല്ലാം ഒന്ന് ചുറ്റി നോക്കാം. ഓ എവിടെ കയറി പോണു? വാ പോവാ. ഭാവി കാണൂലല്ലേ ഇനി? ഡൊമിനിക്കേട്ടാ അങ്ങോട്ടല്ലേ പോയി. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.